ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയുണ്ട് സലീം ദുബായിൽ നിന്ന് വരാൻ. പോക്ക് തുടങ്ങിയിട്ട് 5-8 കൊല്ലമായിട്ടും ഓനൊന്ന് പച്ച പിടിച്ച് കണ്ടിട്ടില്ല. ഈ വരവ് ഇനി എങ്ങനെയാണാവോ? സഫിയ സൽമ എടുത്തു. ഓൾ അടുക്കളയിൽ പാത്രം കഴുകുക. ഓക്കൊരു കല്യാണ കാര്യം നമ്മൾ അവറാനാജ് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് സ്നേഹിതനാ, കോഴിക്കോട്ടുകാരനാ. അവറാനാജീന്റെ സ്നേഹിതൻ എന്നൊക്കെ പറയുമ്പോ അയാൾ അത്ര പ്രായം ഉണ്ടാവൂലേ? മിക്കവാറും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അല്ലാതെ ഒരു പെണ്ണിനെ 2ാം കെട്ട് എന്നൊക്കെ പറഞ്ഞാല് ചെറുപ്പക്കാര് ചെക്കന്മാര് കിട്ടുമോ? കിട്ടണീ തന്നെ പൂത്ത പൈസ നമ്മളെ കയ്യിൽ വേണം. അപ്പൊ വിലക്ക് മേടിച്ച. എന്നാലും നമ്മുടെ മോള് 18 വയസ്സല്ലേ ആവണുള്ളൂ. അതിനിടയ്ക്ക് കല്യാണവും കഴിഞ്ഞു, കെട്ടിയോൾ നഷ്ടപ്പെട്ടും ചെയ്തു. പറഞ്ഞിട്ടിപ്പ എന്താ ചെയ്യ? ഓള വിധി. കല്യാണം കഴിഞ്ഞതിന്റെ പുതുമണം മാറണ മുമ്പ് ഞമ്മളെ കുട്ടിന്റെ പുതിയ അപ്പഴ പഠിച്ചോ വിളിച്ചില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പെണ്ണിനെ കെട്ടാനും ചിലർ പേടിക്കും. കല്യാണം കഴിഞ്ഞാൽ പുതിയ അപ്പൾക്ക് വല്ലതും സംഭവിച്ചാലോ? അതുകൊണ്ട് പ്രായമൊന്നും നോക്കണ്ട, അതെങ്കിലും നടക്കട്ടെ. ഇപ്പൊ എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഇതൊക്കെ പഠിച്ചോനൊരാൾ കാണുന്നുണ്ട്. ഓ നല്ല വഴി കാണിച്ചു തരും. ഞമ്മളെ വിഷമങ്ങളൊക്കെ സഹിക്കുക, ക്ഷമിക്കുക. പഠിച്ചോ ഞമ്മളെ കൂടെ ഉണ്ടാവും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ആ സഫിയ, മീൻകാരൻ പോക്കരനെ കണ്ടാലേ ഇവിടെ മീൻ തരാൻ ഞാൻ പറഞ്ഞേൽപ്പിക്കാം. പോകരേ, നമുക്കുള്ള മീൻ എടുത്തോ. ആ ഓ, ആ കുരിപ്പം കുട്ടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തുടങ്ങും തൊള്ളി ദുരത്തോടെ വർത്താൻ പറയാം. എന്താ പോക്കരെ ജി റബ്ബറിനും സ്വർണത്തിനും ബലണ്ട മാതിരി എന്റെ മീനിന് ബലട്ടിക്കണേ? ഇതെന്താ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ മീനാ? ഇതെന്തോ ഉണ്ടാക്കിയാണെന്നുള്ളതും ഇത് ഇനി എന്താവാൻ പോകണമെന്നുള്ളതും നിങ്ങളറിയണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. അല്ലേ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇവിടെ വാങ്ങിക്കാൻ. പോക്കരെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലടാ. എന്നാ നിങ്ങളെ എന്നോട് തമാശ പറയാതെ ഗംഗാരാറിന്റെ ചായപ്പിടി കയറിയിട്ട് ഒരു സമൂസ തന്നോളി. പക്ഷെ അതിന്റെ കായ കൊടുക്കേണ്ടി കേട്ടോ. പോക്കരെ, ഈ വീട്ടില് മീനെന്താച്ചാ കൊടുക്ക്. ഇത് പഴയ കണക്ക് വെച്ചോളാ. അല്ല മായിൻകുട്ടിയെ, സലീമിന്ന് എപ്പോഴാ ഗൾഫിൽ നിന്ന് വരുന്നത്? എന്നാ ആരാ കുട്ടിയപ്പാക്ക നിങ്ങളോട് ഇത് പറഞ്ഞേ? ഓൻ വരാൻ ഇനി ഒരാഴ്ച അല്ലേ? എന്റെ റബ്ബേ, ഇന്നൊരാഴ്ച. ഇന്ന് വരുന്ന ആണല്ലോ മമ്മദ് എന്നോട് പറഞ്ഞേ. ഓഞ്ഞ പറ്റിച്ചതേക്കാരം. മായിൻകുട്ടിയാക്കാൻ്റെ സലീം ഗൾഫിൽ നിന്നിട്ട് ഓനെ പിയ്യാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഓനെ 100 പ്രശ്നങ്ങളുണ്ട്. ഈ ഗൾഫുകാർ നാട്ടിലെത്തിയാ പിയ്യാൻ വേണ്ടി കാത്തിരിക്കണേ ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുടെ അവിടെ. എന്താ ജി ചെലക്കണേ? ഇങ്ങനെ കൊണ്ടുവരും മകൻ ഗൾഫിൽ. ഓൻ വരട്ടെ, ഓനെ പിഴിഞ്ഞ് കുടിച്ച് ചണ്ടിയൊക്കെ ഞങ്ങൾ കാട്ടി. ഓ ഉമ്രവിസക്ക് പോയതല്ലേടാ. ഇന്റെ കുട്ടിക്ക് ഇപ്പോഴും പണിയൊന്നും ആയിട്ടില്ല. എനിക്ക് വജ്ജാനോട് സംസാരിക്കാം. എങ്ങടാ? കുട്ടിയപ്പാക്കാക്ക് ചായ എടുക്കട്ടെ? ചായ അവിടെ കട്ടെ. ഇച്ച് പള്ളേ പഴിച്ചിട്ട് വച്ച ഒരു പൊറാട്ട ഉണ്ടേന്. കുട്ടിയപ്പാക്കാക്ക് പൊറോട്ട കൊടുക്ക. ഗംഗാധരേട്ടാ, ഒരു 4-5 പൊറാട്ടയും 3 മുട്ട റോസ്റ്റും. അതിന് മമ്മേന്റെ കൂടെ വേറെ ആരും കാണില്ലല്ലോ. അതിന് ഇതൊക്കെ തിന്നാൻ വേറെ ആരെങ്കിലും വേണോ? എനിക്ക് ഒറ്റക്ക് തിന്നൂടെ? അല്ല, ഈ ചൂടാവണ്ട മമ്മതേ. നിന്റെ പോലത്തെ തീറ്റക്കാരാണ് എനിക്ക് ആവശ്യം. അല്ല ഗംഗാധര, എന്താ ഈ പൊറാട്ട ഇങ്ങനെ? അന്റെ സപ്ലയർ എന്താ ഇങ്ങനെ വന്നത്?
പൊറോട്ടയ്ക്ക് എന്താ പ്രശ്നം? പൊറാട്ടക്ക് എന്താ പ്രശ്നം എന്നാ ഇതില് പെയിന്റ് അടിച്ചിട്ടില്ലാന്ന്. വീടിന് പെയിന്റ് അടിക്കുക, വണ്ടിക്ക് പെയിന്റ് അടിക്കാറിനാ മനസ്സിലാക്കുക. പൊറാട്ടക്ക് പെയിന്റ് അടിക്കാറിനാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഈ പൊറാട്ടയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണ കറീന്റെ കാര്യം മൂപ്പര് ഈ പറയണത്. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ്റെ ഈ അമുക്ക് സപ്ലയർക്ക്. ആ ചെല്ല്, ഇതിലേശം കറി വെച്ചെടുത്താ. നിങ്ങള് അയാളെ പെയിന്റ് അടിച്ച് നന്നാക്കാതെ എനിക്കുള്ളത് തരി. അനക്കുള്ളത് ഞാൻ തരാം. അമുക്കെ മനസ്സം പഴിച്ചിരിക്കണ നേരത്തെ ആൻ്റെ ഒരു കൊമ്മല. ഇതെന്താ അത്ര കുറച്ചുള്ളൂ കറി? മമ്മദിമ്മക്ക് ചെലവിന് കൊടുക്കണ മാതിരി. കുട്ടിയപ്പാക്ക, നിങ്ങളെ പോലെ പിശുക്കനാണ് ഞാനെന്ന് കരുതി. ഞങ്ങള് എന്റെ ഉമ്മാന്റെ ചെലവിനെ പറ്റി പറയാ. നിങ്ങളാരാ? എടാ ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേടാ, അല്ലാതെ എന്നെ പറഞ്ഞോന്നല്ല. ഈ ഭൂമി മലയാളത്തിൽ എത്ര പഞ്ചലുണ്ട്? എന്നിട്ട് നിങ്ങൾക്ക് ഇന്റെ പേരുള്ള ഈ പഞ്ചല് കിട്ടിയുള്ളൂ? ഇന്നെ കൽപ്പിച്ചുട്ടി കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നിങ്ങള്? ഇന്റെ തന്തന്റെ പ്രാണ്ടൊന്നും നോക്കൂല. ആൻ്റെ ഈ വർത്താനത്തിന് ഒറ്റ അടിക്ക് ഞാൻ എന്നെ തല്ലി ഞാൻ കൊല്ലും. അല്ലാതെ തന്നെ ചെയ്യാൻ പോണായിരുന്നു എനിക്ക് തോന്നണേ. മുടിക ചങ്ക് കുടുങ്ങിയിട്ടേ. ഗംഗാരേട്ടാ, നമ്മളാ കുട്ടിയെ നിക്കാൻ മുടങ്ങിന്ന് കേട്ടു. കുഞ്ഞിരുവിയാക്കാളുടെ മോളുടെ അല്ലേ? ആ അതെ. ഇന്നലെ നിക്കാഹിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കാഞ്ഞിരപ്പറമ്പിൽ ഏതോ പാരകൾ പണിത പണിയാ. അതിന്റെ സ്പെഷ്യലിസ്റ്റുകളിൽ കാഞ്ഞിരപ്പറമ്പിൽ വേണ്ടോളുണ്ടല്ലോ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. ആഭ്യന്തരമന്ത്രി ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ അവരെല്ലാം ഇഷ്ടം കൊടുത്താൽ അവർ നേരിട്ട് തന്നെ പൊക്കും. ആര്? നമ്മളെ DGP. അത് പിന്നെ മെമ്പർ ഭാസ്കരൻ വിചാരിച്ച നടക്കാത്തതാണോ? പക്ഷെ വിചാരിച്ച് കിട്ടണം. തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടെ അത് വിചാരിക്കാനൊക്കെ എവിടെയാ സമയം? ഇല്ലേ ഭാസ്കര? ആ ഗംഗായേട്ടൻ പറഞ്ഞത് കറക്റ്റാ. ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിത വ്യതകളെ കുറിച്ച് അറിയാൻ ഒരു ചായക്കടക്കാരനെ കഴിയൂ. ആ മൂത്ത നോക്കിയിട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക്. എന്താ കുമാരജി ചെയ്യണത്? ആകട്ടെ 3 തേങ്ങ, അതിന് കൂലി 2 തേങ്ങ. ഇത് എവിടത്തെ ന്യായ? ഞങ്ങളെ ഓൾ കേരള തെങ്ങേറ്റ തൊഴിലാളി യൂണിയന്റെ വേതന പരിഷ്കാരത്തിന്റെ ഭാഗമാണിത്. 2:1. എൻ്റെ പൊന്നു കുമാര, എൻ്റെ ഈ വേദന പരിഷ്കാരം ഇന്നെപ്പോലത്തെ 4 തെങ്ങുള്ളവനെ വേദനിപ്പിക്കണ പരിഷ്കാരമാണ് കേട്ടോ. ഓ, ഈ ആദ്യ ഒരു തമാശ. ഓൻ്റെയൊക്കെ ഒരു പരിഷ്കാരേ. വെറുതെ അല്ല തെങ്ങേറ്റക്കാരൻ കുമാരൻ ഈ നാട്ടുകാർക്ക് ഇപ്പോൾ കോക്കനട്ട് കുമാരനായത്.